ക്രാബ് കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ക്രാബ്, തേങ്ങ ചെറുതായിട്ട് ചിരകിയത്, പിന്നീട് പച്ചമുളക്, ഇതിപ്പം വലിയ പച്ചമുളകാണ്, അതുകൊണ്ട് 2 പച്ചമുളക് എടുത്ത്, തക്കാളി, 1 പീസ് ഇഞ്ചി ചതച്ചത്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ ചെറിയ സ്പൂണിന് 2 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി. കുട്ടികളൊക്കെ കഴിക്കേണ്ടതായതുകൊണ്ട് മുളക് കുറച്ച് ഇടുന്നുള്ളൂ. കാരണം ഇതിൽ കാൽസ്യത്തിൻ്റെ അളവൊക്കെ വളരെ കൂടുതലല്ലേ. അപ്പം നമ്മൾ ഒരുപാട് എരിയൊക്കെ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പം കുട്ടികൾ കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമുക്ക് വലിയവർക്കും കഴിക്കാം, കുട്ടികൾക്കും കഴിക്കാം ആ ഒരു ചെറിയ എരിവിലുണ്ടാക്കി കഴിഞ്ഞാൽ. ഇത് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, ഒരു പീര പരുവായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. നമ്മളിപ്പോൾ ഈ ചെറിയ ബൗളിന് അത് നിങ്ങൾ എടുക്കുന്ന തേങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഈ ഒരു പരുവത്തിന് ഇങ്ങനെ അരച്ചെടുക്കുക. ഇത് നമുക്ക് പാനിലോട്ട് ഒഴിച്ച് എടുക്കുക. ഇനിയിപ്പോൾ ഈ ജാറിലിരിക്കുന്ന ഈ അരപ്പും കൂടെ ലേശം വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം ആകരുത്, ഈ ജാറിലെ അരപ്പും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് എടുക്കാം. ഇതിലോട്ട് നമ്മൾ പച്ചമുളക്, തക്കാളി, ഇഞ്ചി ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. തക്കാളി ഇട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഇത് നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം, നല്ല തിളയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കുക. ചെറിയ ഞണ്ടാണ് കിട്ടിയത്. വലിയ ഞണ്ട് കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നല്ല അതുപോലെ കാണിച്ചു തരാം. ഇതിപ്പം ചെറുതായതുകൊണ്ടാണ് ക്ലീൻ ചെയ്യുന്നത് കാണിക്കാതിരുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ അരപ്പുമായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ല ഒന്ന് ചേർത്ത് ഇളക്കി മിക്സ് വെക്കുക. ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിക്കുക. നല്ല തിളച്ച് വെള്ളമൊക്കെ വറ്റി നല്ല വരണ്ട് വന്നിട്ടുണ്ട്. നല്ല മണം, നല്ല ഞണ്ട് വെന്ത് വരുന്ന നല്ലൊരു മണമാണ്. ഇഞ്ചി നിങ്ങൾ മറക്കാതെ ഇടണം കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ വയറ്റ് വേനയൊക്കെ ചില കുട്ടികൾക്ക് വരാറുണ്ട്. കറി ലീവ്സ് എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് ഞാൻ കറി ലീവ്സ് ഇട്ടിട്ടില്ല. കറി ലീവ്സ് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ടൊന്നും മാർക്കറ്റിൽ നിന്നൊന്നും കിട്ടിയില്ല. വളരെ പെട്ടെന്ന് തന്നെ ക്രാബ് കറി ആയില്ലേ. ഇനിയിപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കഴിച്ചുകൂട്ടി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.